തെലങ്കാനയിലെ ഭുവനഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെങ്കടേശ്വര ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന മഹത്തായ ഹിന്ദു ക്ഷേത്രമായ സ്വർണഗിരി ക്ഷേത്രം ആത്മീയ മഹത്വത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമാണ്. ഹൈദരാബാദിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെ ശാന്തമായ മാനേപ്പള്ളി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രകൃതി രമണീയമായ ഒരു വിശ്രമ കേന്ദ്രം മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും മനോഹരവുമായ ബാലാജി ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. അതിനാൽ തന്നെ ഈ ക്ഷേത്രം നിരവധി ഭക്തരെയും വിനോദസഞ്ചാരികളെയും അതിന്റെ പുണ്യഭൂമിയിലേക്ക് ആകർഷിക്കുന്നു. ക്ഷേത്രം ഭാഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചില പ്രദേശങ്ങൾ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് വികസിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്ന ഒരു വാഗ്ദാനമായ ആത്മീയ ലക്ഷ്യസ്ഥാനമായി പ്രവർത്തിച്ചു പോരുന്നു. മാനേപ്പള്ളി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള 22 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബാലാജി ക്ഷേത്രങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുന്നു. ഭുവനഗിരിയിലെ സ്വർണഗിരി ക്ഷേത്രം ഒരു ആത്മീയ വാസ്തുവിദ്യാ മാസ്റ്റർ പീസും ഭക്തിയുടെ സ്ഥലവുമാണ്. 12 അടി ഉയരമുള്ള തെലങ്കാനയിലെ ഏറ്റവും വലിയ വിഗ്രഹമായ വെങ്കടേശ്വര സ്വാമിയും 40 അടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിമയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. പല്ലവ, വിജയനഗര, ചോള, ചാലൂക്യ തുടങ്ങിയ നിരവധി ചരിത്രപരമായ ഇന്ത്യൻ ശൈലികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. ഇതിൽ 4 രാജഗോപുരവും വിശാലമായ മണ്ഡപങ്ങളും ഉൾക്കൊള്ളുന്നു. ശ്രീകോവിലിന് മുകളിൽ നിൽക്കുന്ന 5 നിലകളുള്ള വിമാന ഗോപുരമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം. 1.5 ടൺ ഭാരമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വെങ്കലമണിയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത. ക്ഷേത്ര സമുച്ചയം സങ്കീർണമായ കൊത്തുപണികൾ, അലങ്കരിച്ചിരിക്കുന്ന ശില്പങ്ങൾ, ഉയർന്ന ഗോപുരങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. ശ്രീകോവിലിനുള്ളിൽ പ്രധാന ദേവതയായ വെങ്കടേശ്വര ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുകയും ഇവ ഹിന്ദു ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ അലങ്കരിച്ച ചുവരുകളാലും മേൽക്കൂരകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ശ്രീ ജലനാരായണ സ്വാമി സന്നിധി, ശ്രീവരി പാദപീഠം, ശ്രീ ലക്ഷ്മി നരസിംഹ മണ്ഡപം തുടങ്ങിയ ചില പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ സന്ദർശകരെ ആകർഷിക്കുന്നുണ്ടെങ്കിലും ശ്രീ ഭൂവരാഹ മണ്ഡപം, കാര്യസിദ്ധി ഹനുമാൻ സന്നിധി എന്നിവയുള്ളവ നിർമ്മാണത്തിലാണ്. അതേസമയം വൈകുന്നേരങ്ങളിൽ വിളക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ജലനാരായണ സ്വാമി സന്നിധി സന്ദർശകർക്ക് ദൃശ്യാനന്ദം പ്രദാനം ചെയ്യുന്നു. തെലങ്കാനയിലെ വിശ്വാസത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും പ്രതീകമായി ഭുവനഗിരിയിലെ സ്വർണഗിരി ക്ഷേത്രം വേറിട്ട് നിൽക്കുന്നു. എല്ലായിടത്തു നിന്നും ഭക്തരെ ആകർഷിക്കുന്ന ഒരു പുണ്യസ്ഥലമായി ഇതിനെ വികസിപ്പിക്കുന്നത് ഈ പ്രദേശത്തിന്റെ ദീർഘകാല ആത്മീയ പാരമ്പര്യത്തെ എടുത്തു കാണിക്കുന്നു. ക്ഷേത്രത്തിന്റെ അടിത്തറയും തുടർന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളും വളർന്നുവരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചിത്രം വരയ്ക്കുന്നു. ഈ ക്ഷേത്രം പാരമ്പര്യത്തെ വാസ്തുവിദ്യാ നവീകരണവുമായി സമന്വയിപ്പിക്കുകയും സന്ദർശകർക്ക് സവിശേഷമായ ആത്മീയ അനുഭവം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. സ്വർണഗിരി ക്ഷേത്രം ഒരു ആത്മീയ സങ്കേതം മാത്രമല്ല, ഹൈന്ദവ പുരാണങ്ങളിലും പാരമ്പര്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു മോഡലായും പ്രവർത്തിച്ചു പോരുന്നു. ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം ത്രേതായുഗം മുതലുള്ളതാണ് എന്നതിനാൽ ഇത് ഹിന്ദുമതത്തിന്റെ ആത്മീയ വിവരണങ്ങളിൽ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു. ഈ ചരിത്രപരമായ ആഴം വർഷം തോറും നിരവധി ഉത്സവങ്ങളോട് ആഘോഷിക്കപ്പെടുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ബ്രഹ്മോത്സവമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാർച്ചിലോ ഏപ്രിലോ നടക്കുന്ന ഈ 10 ദിവസത്തെ ഉത്സവം മതപരവും സാംസ്കാരികവുമായ നിരവധി പരിപാടികൾ ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ അതിന്റെ മഹത്വത്തിൽ പങ്കെടുക്കാൻ ഈ ഉത്സവം ക്ഷേത്രവും ആകർഷിക്കുകയും ചെയ്തു പോരുന്നു.